നമസ്കാരം, ഞാൻ പരമേശ്വര നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന ജൂൺ മാസത്തിലെ ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തറ, മകരക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. പൊതുവെ വീഡിയോ കാണുന്നവർക്കൊരു സംശയം ഉണ്ടാവാം, എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോയെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വര വിശ്വാസമില്ലാത്തവരും ജ്യോതിഷത്തിൽ താല്പര്യമില്ലാത്തവരൊക്കെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഈ ഫലങ്ങളെ മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു സദ്ബുദ്ധി ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഒഴിവായി പോകുന്നത് തന്നെയാണ് നല്ലത്, അല്ലേ നമുക്ക്? അപ്പം അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. അപ്പം എന്തായാലും ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവരും വിശ്വസിക്കുന്നവരും മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും, മോശഫലങ്ങളെയും സൂചിപ്പിക്കാനിട വരും. നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വരിച്ചാൽ വളരെ സന്തോഷം. അതേപോലെ തന്നെ മോശഫലത്തെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് അതിൽ നിന്ന് മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം. എന്തായാലും ഈ വരുന്ന ജൂൺ മാസത്തിൽ 15-ാം തീയതി വരെ സൂര്യൻ നിൽക്കുന്നത് 5-ലാണ്. 5-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് മകരക്കൂറുകാർക്ക് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. പക്ഷെ 15-ാം തീയതിക്ക് ശേഷം 6-ലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയും സൂചിപ്പിക്കുന്നു. 5-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട്, അതായത് ജൂൺ 15-ാം തീയതി വരെ 5-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് ശത്രു, ദുഃഖ, രോഗ, ദുരിതങ്ങൾ വന്നു ചേരുന്ന ഒരു മോശം ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അസൂയാലുക്കളുടെ വർധനവുണ്ടാവുക, വിചാരിക്കാതെ തന്നെ ധനത്തിന് ചെലവ് വന്നു ചേരുക, രോഗദുരിതങ്ങൾ വന്നു ചേരുക. ഈ ഫലങ്ങളൊന്നും തന്നെ നമ്മൾ ആരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളല്ല, ഫലങ്ങളല്ല. അപ്പൊ ഈ ഫലങ്ങളെ നമുക്ക് എന്തായാലും മാറ്റേണ്ടതുണ്ട്, ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ മനസ്സിരുത്തി പ്രാർത്ഥിച്ചാൽ ഈ മോശഫലങ്ങളൊന്നും തന്നെ നമ്മളിലേക്ക് വന്നു ചേരില്ല. നമുക്കൊരു രോഗ ദുരിതം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങി കഴിക്കുന്നത് പോലെ തന്നെയാണ് ഇതും. മഹാദേവനെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക, ആരാധിക്കുക, ശിവസ്തോത്രങ്ങൾ ജപിക്കുക, ശിവനാമങ്ങൾ ജപിക്കുക, ശിവക്ഷേത്ര ദർശനം ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ 5-ൽ നിൽക്കുമ്പോൾ പറയുന്നതായിട്ടുള്ള സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഒരു മോശഫലങ്ങളും നമ്മളിലേക്ക് വന്നു ചേരില്ല. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്ന ദുരിതങ്ങളെ ഇല്ലാതാക്കുവാനായിട്ട് ഏറ്റവും ഗംഭീരമായിട്ടുള്ള മരുന്നാണ് നാമജപം എന്നർത്ഥം. അപ്പൊ നാമജപം കൂടിയേ തീരൂ. നാമം ജപിച്ചു കഴിഞ്ഞാൽ ഈ മോശമായിട്ടുള്ള ഫലങ്ങളൊന്നും തന്നെ നമ്മളിലേക്ക് വന്നു ചേരില്ല. ജൂൺ 15-ാം തീയതിക്ക് ശേഷം 6-ലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയും സൂചിപ്പിക്കുന്നു. ശത്രു, ദുഃഖ, രോഗശമനം, അതായത് 5-ൽ നിൽക്കുമ്പോൾ പറയുന്നതായിട്ടുള്ള ആ മോശഫലത്തിന്റെ നേരെ വിപരീതമായിട്ടുള്ള വളരെ നല്ല ഫലമാണ് മകരക്കൂറുകാർക്ക് 15-ാം തീയതിക്ക് ശേഷം സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നുമൊക്കെ മോചനം വന്നു ചേരുക. ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ്. ഏതെങ്കിലും വിധേന രോഗദുരിതങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്ക് ശമനം വന്നു ചേരുക. ഏതെങ്കിലും വ്യാധികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ വ്യാധികൾക്ക് ശമനം വന്നു ചേരുക. അതായത് നമ്മൾ ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ആ പ്രശ്നങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ പര്യവസാനിക്കുന്ന, വളരെ നല്ല ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന നല്ല ഫലത്തെയാണ് ജൂൺ 15-ാം തീയതിക്ക് ശേഷം 6-ലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് മകരക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. മകരക്കൂറുകാർക്ക് ജൂൺ 7-ാം തീയതി വരെ ചൊവ്വ 7-ലാണ്, അതിനുശേഷം 8-ലേക്ക് വരും. 7-ൽ നിൽക്കുമ്പോഴും 8-ൽ നിൽക്കുമ്പോഴും ചൊവ്വയെ കൊണ്ടും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. 7-ാം തീയതി വരെ സൂചിപ്പിക്കുന്ന ഫലം ഭാര്യാഭർത്തൃ കലഹം ഉണ്ടാവുക, കുടുംബത്തിൽ കലഹം ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ ഒരു പരിധിവരെ കലഹം വന്നു ചേരുന്നത് തന്നെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ ഈ മോശഫലങ്ങൾ ഇല്ലാതായി തീരുകയും ചെയ്യും. അതുപോലെ തന്നെ കണ്ണിലും ഉദരത്തിനും വ്യാധി വന്നു ചേരുക. ഉദരവ്യാധി എന്ന് പറയുന്നത് വയറു സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങളല്ലേ. ഈ വയറു സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക. ഈ പുതിയ കാലഘട്ടത്തിലെ ഓരോ റെഡിമെയ്ഡൊക്കെ ആയിട്ട് കിട്ടുന്ന ഫുഡുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ നന്ന്. എന്തായാലും 7-ൽ നിൽക്കുന്ന ചൊവ്വയെ ഈ ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 7-ാം തീയതിക്ക് ശേഷം 8-ലേക്ക് വരുന്ന ചൊവ്വയെ കൊണ്ടും വാഹനം ഉപയോഗിക്കുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാലയളവാണ്. അതായത് 7-ൽ നിൽക്കുമ്പോഴും 8-ൽ നിൽക്കുമ്പോഴും ചൊവ്വയെ കൊണ്ട് മോശഫലമാണ്. മനോവൈഷമ്യങ്ങൾ വന്നു ചേരുന്ന, മനോവിഷമങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലം. അതുകൂടാതെ തന്നെ അപമാനം ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ഓരോ വിധത്തിൽ നമുക്ക് അഭിമാനമുണ്ട്, അല്ലേ? അപ്പൊ നമ്മൾക്ക് പല കുറവുകളുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അപമാനം ഉണ്ടാവുക എന്ന് പറയുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളൊരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക.
അനാവശ്യമായിട്ട് തർക്കങ്ങൾ ഒഴിവാക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളൊക്കെ വരുമ്പോഴാണല്ലോ കലഹമൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ കലഹം ഉണ്ടാകുമ്പോഴാണല്ലോ ഒരു പരിധിവരെ നമുക്ക് അപമാനം ഉണ്ടാവുന്നത്. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് അതേപോലെയുള്ള സന്ദർഭങ്ങൾ തന്നെ ഒഴിവാക്കുക. ആരെങ്കിലും നമ്മളോട് കലഹത്തിൽ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ ഈ 8-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടുള്ള മോശഫലങ്ങളെയും ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. കുറച്ച് കാര്യങ്ങൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നർത്ഥം. അപ്പൊ ഈ 7-ൽ നിൽക്കുമ്പോഴും 8-ൽ നിൽക്കുമ്പോഴും ഉള്ള മോശഫലങ്ങളെ നമുക്ക് എന്തായാലും ഇല്ലാതാക്കുകയും വേണം. അതുകൊണ്ട് തന്നെ ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. ഭദ്രകാളി ഭഗവതിയെ നമ്മൾ ആരാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് കാര്യങ്ങളും നേരിടുവാനായിട്ടുള്ള മാനസികമായിട്ടുള്ള കെൽപ്പ് വന്നു ചേരും, മനോബലം വന്നു ചേരും, മനോധൈര്യം വന്നു ചേരും. നമ്മുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യാം. നമുക്കറിയാവുന്നതായിട്ടുള്ള ഭദ്രകാളിയുടെ സ്തോത്രങ്ങൾ, ലളിതങ്ങളായിട്ടുള്ള സ്തോത്രങ്ങൾ, നാമങ്ങളൊക്കെ ജപിക്കുക. ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ വിദേശത്ത് താമസിക്കുന്നവർക്ക് ചിലപ്പോൾ ക്ഷേത്ര ദർശനം തന്നെ സാധ്യമായെന്ന് വരില്ല. പക്ഷെ നമുക്ക് കുടുംബത്തിരുന്ന് നാമം ജപിക്കാം അല്ലേ? കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഇതേപോലെയുള്ളതായിട്ടുള്ള ലളിതങ്ങളായിട്ടുള്ള നാമങ്ങളും സ്തോത്രങ്ങളും ഒക്കെ ജപിച്ചോളൂ. യാതൊരു സംശയവുമില്ല, ഈ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഒരു മോശഫലങ്ങളും നമ്മളിലേക്ക് വന്നു ചേരില്ല. അതുകൂടാതെ തന്നെ ഭദ്രകാളി ഭഗവതിയുടെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരുകയും ചെയ്യും. ഇപ്പൊ ഈ സ്തോത്രങ്ങളൊക്കെ ഓരോ വീഡിയോ പറയുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനു മുന്നേ കേട്ടിരിക്കുന്നവർക്ക് ഈ സ്തോത്രം മാത്രമേ ഉള്ളോ എന്നൊക്കെ തോന്നാം. ഇത് വളരെ ലളിതമായിട്ടുള്ള സ്തോത്രമാണ്. പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന, പെട്ടെന്ന് ജപിക്കാൻ പറ്റുന്ന സ്തോത്രമാണ്. പുതിയതായിട്ട് കാണുന്നവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്തോത്രങ്ങളൊക്കെ വീണ്ടും ചൊല്ലുന്നത് തന്നെ. ഈ വരുന്ന ജൂൺ മാസത്തിൽ ബുധന് 3 മാറ്റങ്ങളുണ്ട്. 6-ാം തീയതി വരെ 5-ലാണ് ബുധൻ, അതിനുശേഷം 6-ലേക്ക് വരും. 23-ാം തീയതിക്ക് ശേഷം വീണ്ടും 7-ലേക്ക് വരും. അതായത് 5-ലും 6-ലും 7-ലുമായിട്ടാണ് ബുധസ്ഥിതി. 6-ാം തീയതി വരെ 5-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് ഭാര്യാഭർത്തൃ സന്താന കലഹം ഉണ്ടാവുന്ന ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് കുടുംബത്ത് കലഹം ഉണ്ടാവുക എന്ന് പറയുന്നത് നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അപ്പൊ ഈ ചൊവ്വയെ കൊണ്ടും ഈ ഫലത്തെ തന്നെ സൂചിപ്പിച്ചു ഒരു പരിധി വരെ. അപ്പൊ ഈ മോശമായിട്ടുള്ള ഫലത്തിന് ഫലപ്രാപ്തി കൂടുതലുണ്ട് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. 6-ാം തീയതിക്കും 23-ാം തീയതിക്കും ഇടയ്ക്കുള്ള കാലയളവിൽ 6-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരുക, കാര്യവിജയം വന്നു ചേരുക, പലവിധ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. വളരെ നല്ല രീതിയിൽ തന്നെ ജോലി ആയിക്കോട്ടെ, ഏത് കാര്യങ്ങളായിക്കോട്ടെ ഉയർച്ച വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് 6-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. 23-ാം തീയതിക്ക് ശേഷം 7-ലേക്ക് വരുമ്പോൾ വീണ്ടും കലഹത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ കാര്യം ഒന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കുക, മനസ്സിൽ വെക്കുക, പ്രവർത്തിക്കുക. വ്യാഴം 6-ലാണ് നിൽക്കുന്നത്. മകരക്കൂറുകാർക്ക് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. 6, 8, 12 ഈ സ്ഥാനങ്ങളിലൊക്കെ വ്യാഴം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഫലത്തെ അല്ല ജ്യോതിഷ സംബന്ധമായിട്ട് സൂചിപ്പിക്കുന്നത് തന്നെ. അപ്പൊ 6-ലാണ് വ്യാഴം മകരക്കൂറുകാർക്ക്. 6-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സുഖസാധനങ്ങൾ ഉണ്ടായാലും സുഖം അനുഭവിക്കാൻ യോഗമില്ലാത്തൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ആധികളും വ്യാധികളും വർദ്ധിക്കുക, അസൂയാലുക്കളുടെ വർധനവുണ്ടാവുക, സന്താനങ്ങളെ പ്രതി ചിന്തിച്ച് മനോവൈഷമ്യങ്ങൾ വന്നു ചേരുക. അപ്പൊ ഈ മോശമായിട്ടുള്ള ഫലങ്ങൾ മാറുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെയാണ് മനസ്സിരുത്തി ആരാധിക്കേണ്ടത്. നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള വൈഷ്ണവചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്ര ദർശനം ചെയ്യുക. എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്ക് പോകാൻ പറ്റിയെന്ന് വരില്ലല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കുടുംബത്തിരുന്ന് നാമം ജപിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക, നാരായണ എന്നുള്ള നാമം ജപിക്കുക. അപ്പൊ ഈ വ്യാഴത്തെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെയും നമുക്ക് ഇല്ലാതാക്കുവാൻ, കുറയ്ക്കുവാനായിട്ട് സാധിക്കും. എന്തായാലും മകരക്കൂറുകാർക്ക് ശുക്രൻ 4-ൽ നിൽക്കുന്നതും 3-ൽ നിൽക്കുന്ന ശനിയും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 4-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ബന്ധുജന സഹവാസം ഉണ്ടാവുക, കുടുംബത്ത് യോജിപ്പ് വന്നു ചേരുക, ഇന്ദ്രനെ പോലെ ശക്തിയൊക്കെ ഉണ്ടാവുമെന്നാ പറയാ. ഇന്ദ്രന്റെ അത്രയൊന്നും ശക്തി നമുക്ക് ആർക്കും ഉണ്ടാവില്ല, നമുക്ക് തന്നെ അറിയാലോ. എന്തായാലും നമ്മളുടെ ആയുസ്സും ഓജസ്സും തേജസ്സും ഒക്കെ വർദ്ധിക്കുന്ന നല്ല ഫലത്തെയാണ് 4-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ 3-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് നമ്മൾ ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും നമ്മളിലേക്ക് വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്, സർവാഭീഷ്ട സിദ്ധി. അതേപോലെ തന്നെ ഏതെങ്കിലും വിധേന രോഗദുരിതങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്ക് ശമനം വന്നു ചേരുക, ആരോഗ്യം ഉണ്ടാവുക. കുറച്ചു കാലമായിട്ട് തന്നെ 3-ലാണ് ശനി, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. അപ്പൊ അതായത് മകരക്കൂറുകാർക്ക് ഫലങ്ങളെ ചിന്തിക്കുമ്പോൾ ഇപ്പൊ ശുക്രനും ശനിയും ഒക്കെ വളരെ നല്ല സ്ഥാനത്താണ്. പക്ഷേ മറ്റു പല ഗ്രഹങ്ങളും കുറച്ച് മോശ സ്ഥാനത്താണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്ന നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങളെ നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ
പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാം. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.